വെൽക്കം ടു അവർ എക്കണോമിക്സ് ക്ലാസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ അഗ്രികൾച്ചറൽ സെക്ടർ കഴിഞ്ഞു, അതിൽ ഗ്രീൻ റെവല്യൂഷൻ കഴിഞ്ഞു. ഇനി അതിന് ശേഷമുള്ളതാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്, വ്യാപാരവും വ്യവസായവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇൻ 1956 ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ അഡോപ്റ്റഡ് ദ കമാൻഡിംഗ് ഐറ്റ്സ് principles in industrialization. Once again, after independence, India adopted the commanding heights principles in industrialization. എന്താണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഇന്ത്യ വ്യവസായവൽക്കരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിൽ ഉന്നത മേധാവിത്വ തത്വം, എന്താണ്, കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾ എന്നൊരു നയം കൊണ്ടുവന്നു. ആ നയത്തിന് അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു പിന്നീടുള്ള വ്യാവസായിക മേഖലയിലുള്ള അതിൽ പ്രധാനമായിട്ടും സമ്പത്ത് വ്യവസ്ഥയിലെ ഏറ്റവും ഉന്നത സ്ഥാനം ഗവൺമെൻറ്റിനായിരുന്നു. ഗവൺമെൻറ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും നടത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പറയുന്ന അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ കമാൻഡിങ് ഹൈറ്റ്സ് ഓഫ് ദ എക്കോണമി ഇൻഡസ്ട്രീസ് വിൽ ബി ഓൺ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആയിരുന്നു എല്ലാം ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം. IPR 1956 ക്ലാസിഫൈഡ് ഇൻഡസ്ട്രി ഇൻറ്റു 3 എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 3 പോയിൻറ്റ്സ് ആണ്. 1956 വ്യവസായ നയ പ്രമേയം 3 തരംതിരിച്ചു. എന്തൊക്കെയാണ് തരംതിരിച്ചത്? ഫസ്റ്റ് വൺ നോട്ട് ചെയ്യുക പോയിൻ്റ്, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ് ഓണേഡ് ബൈ ദ സ്റ്റേറ്റ്. വൺസ് അഗെയിൻ, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓണേഡ് ബൈ ദ സ്റ്റേറ്റ്, പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ. അവിടെ പ്രധാനമായിട്ട് എന്തായിരുന്നു, ഉള്ള എല്ലാ വ്യവസായങ്ങളും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാക്കണം. ഓക്കെ. സെക്കൻഡ് പോയിൻ്റ്, ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ദ പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് ദ പബ്ലിക് സെക്ടർ ബട്ട് പ്ലേയിങ് ഓൺലി എ സപ്ലിമെൻ്ററി റോൾ. ഹിയർ ന്യൂ യൂണിറ്റ്സ് വിൽ ബി സെറ്റപ്പ് ഓൺലി ഇൻ ദ പബ്ലിക് സെക്ടർ. എന്താണ് പറയുന്നത്, സ്വകാര്യ മേഖലയ്ക്കും പബ്ലിക് സെക്ടറിനും പ്രൈവറ്റ് സെക്ടറിനും വെച്ചാൽ പൊതുമേഖലയ്ക്കും ഒരേപോലെ നടത്താൻ പറ്റുന്ന വ്യവസായങ്ങളായിരിക്കണം എന്ത് കൊണ്ടുവരേണ്ടത്. അല്ലാതെ പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രൈവറ്റ് സെക്ടറിന് കുറവ്, അങ്ങനത്തെ രീതിയിലല്ലാതെ രണ്ട് മേഖലയ്ക്കും ഒരുപോലെ കൊണ്ട് നടത്താൻ പറ്റിയുള്ള യൂണിറ്റുകൾ എന്തെയ്ക്കും. ഇനി അഥവാ കൊണ്ടുവന്നാലും പുതുതായിട്ട് സ്ഥാപിക്കുന്ന യൂണിറ്റുകളൊക്കെ ആരുടെ കീഴിലായിരിക്കണം, പബ്ലിക് സെക്ടറിൻ്റെ കീഴിലായിരിക്കണം. അതാണ് പറഞ്ഞത്, ഹിയർ ന്യൂ യൂണിറ്റ്സ് വിൽ ബി സെറ്റപ്പ് ഓൺലി ഇൻ ദ പബ്ലിക് സെക്ടർ. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻ്റ്. ഓക്കെ. മൂന്നാമത്തെ പോയിൻ്റ്, റിമൈനിങ് ഇൻഡസ്ട്രീസ് വേർ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ ബട്ട് ദേ വിൽ ബി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. വൺസ് അഗെയിൻ, റിമൈനിങ് ഇൻഡസ്ട്രീസ് വേർ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ ബട്ട് ദേ വിൽ ബി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. എന്താ പറയുന്നത്, ബാക്കിയുള്ള വ്യവസായങ്ങളൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് കണ്ട് വിട്ടുകൊടുത്തു. അപ്പോൾ പുതുതായിട്ട് കൊണ്ടുവരുന്നതൊക്കെ പബ്ലിക് മേഖലയിലും ബാക്കിയുള്ളതൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പക്ഷേ അവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആരുടെ കൺട്രോളിലായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾഡായിരിക്കും. ഗവൺമെൻറ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കേണ്ടി വരും അതെന്ത് ചെയ്യാൻ, നിലനിൽക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ്റെ ഭാഗം 1956 ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 3 ഇൻഡസ്ട്രീസിന് എന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. പിന്നെ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ഒരേപോലെ നടത്താൻ പറ്റുന്ന വ്യവസായങ്ങളൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് എന്ത് ചെയ്തു, കൊടുത്തു. പിന്നെ അഥവാ സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള ഇതാളൊക്കെ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാക്കി. ഇതാണ് പ്രധാനമായിട്ടും 3. ഇനി നോക്കിയാൽ ദിസ് കൺട്രോൾ വാസ് എക്സൈസ്ഡ് ത്രൂ ലൈസൻസിങ് ടു പ്രൊമോട്ട് ബാലൻസ്ഡ് റീജിയണൽ ഗ്രോത്ത് ബൈ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് റീജിയൻസ്. ലൈസൻസസ് were also required for expansion and diversification into new areas. Once again, this control was exercised through licensing to promote balanced regional growth by setting up industries in backward regions. Licenses were also required for expansion and diversification into new areas. എന്ത് ചെയ്തു, ഇങ്ങനെ ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ലൈസൻസിങ് സംവിധാനത്തിലൂടെ നിയന്ത്രണം നടപ്പിലാക്കി. എന്നുവെച്ചാൽ ലൈസൻസിങ് കൊണ്ട് എന്താണ് ലൈസൻസിങ്, നമ്മളൊരു കാര്യം ചെയ്യുന്നതിനുള്ള ഒരു കൺട്രോളിംഗ് ആണ് ലൈസൻസിങ്. അപ്പോൾ ആ ലൈസൻസിങ് സമ്പ്രദായത്തിലൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരുവിധം
വലിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ നടത്തിപ്പ് കൊണ്ടുവന്നതിനൊക്കെ എന്ത് ചെയ്തു, ഒരു പരിധി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ ലൈസൻസിങ്, വ്യവസായങ്ങൾക്ക് ലൈസൻസ് നൽകുക എന്നുള്ള ഒരു കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഗവൺമെൻറ് കൊണ്ടുവന്നൊരു ഇതാണ്, അവിടെ ഉണ്ടായിരുന്ന സാധാരണ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ചെറുകിട പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ലൈസൻസിങ് കൊടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ വ്യവസായ മേഖലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ദ ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് ദ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി, കാർവേ കമ്മിറ്റി ഇൻ 1955. എന്താണ് 1955 സാധാരണക്കാരായ വില്ലേജ് ആളുകൾക്കും എന്ന് വെച്ചാൽ ഗ്രാമീണ ഉള്ള ആളുകൾക്കും അതേപോലെ തന്നെ വ്യവസായങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്തു, കാർവേ കമ്മിറ്റി നിലവിൽ കൊണ്ടുവന്നു. 1955 കാർവേ കമ്മിറ്റി നിലവിൽ വന്നത്. അപ്പോൾ എന്തിനാ വന്നത് ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ്, ഗവൺമെൻറ് ഗ്രാമ വ്യവസായങ്ങളെക്കുറിച്ചും ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനായിട്ട് 1955 നിലവിൽ കൊണ്ടുവന്നതാണ് കാർവേ കമ്മിറ്റി. 1955 കാർവേ കമ്മിറ്റി ചെറുകിട വ്യാപാരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിൽ ഈ ചെറുകിട വ്യവസായം, നമുക്കറിയാം ചെറുകിട വ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ചെറിയ തരത്തിലുള്ള ഇൻഡസ്ട്രീസ്. ഓക്കെ, then this committee recommended promotion of small scale industries for the promotion of employment and development of rural areas. A small scale industry is defined with reference to the maximum investment allowed on the assets of a unit. In a small scale industrial unit, the maximum investment allowed was 5 lakhs 1950. Today the maximum limit is 1 crore. എന്താ പറയുന്നത്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗ്രാമീണ പ്രദേശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസനത്തിനു വേണ്ടിയിട്ട് ചെറുകിട വ്യവസായങ്ങളെ വളർത്തണമെന്ന ആവശ്യത്തോടു കൂടിയാണ് വില്ലേജിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് 1955 ഇങ്ങനെ ശുപാർശ ചെയ്തത്. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ സ്വത്തുക്കളിലുള്ള നിക്ഷേപം പരമാവധി എത്ര ആക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ചെറുകിട വ്യവസായം നിലവിൽ വന്നത്. അപ്പോൾ നേരത്തെ 5 ലക്ഷമായിരുന്നു പരമാവധി എങ്കിൽ പിന്നീട് 1 കോടിയായി ഉയർത്തിച്ചു. ചെറുകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിക്ഷേപമാണ് കേട്ടോ പറയണത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് 2 ഇയറാണ് 1955 കാർവേ കമ്മിറ്റി നിലവിൽ വന്നതും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഈ കമ്മിറ്റിക്ക് വില്ലേജ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ കമ്മിറ്റിക്ക് വേണ്ടി ശുപാർശ ചെയ്ത 1955. അപ്പോൾ ആ ഒരു ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യാപാരം. നമുക്കറിയാം ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രധാനമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ബിസിനസ് ഇൻഡസ്ട്രീസ് മാത്രമാവുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധനങ്ങൾ വാങ്ങുന്നതിനും അതേപോലെ തന്നെ വിൽക്കുന്നതിനും നടത്തുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇത് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണോ അതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഫസ്റ്റ് നമ്മൾ ഗുണങ്ങളാണ് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അപ്പോൾ നിങ്ങൾ എക്സാമിനായാലും പഠിക്കേണ്ടത് ഇതാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്മോൾ സ്കെയിൽ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് ക്യാപിറ്റൽ. ഇത് ഇതിൻ്റെ ഒന്നും പോയിൻറ്റ്സ് ഞാൻ ഇതിൽ ഇടുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ 25ാമത്തെ പാഠം പേജ് നമ്പർ 25 ഓരോന്നും പോയിൻ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് കൊടുക്കുക. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്ത, കാർവേ കമ്മിറ്റി 1955 നിലവിൽ വന്നു എന്നുള്ളത് എഴുതിയതിന് ശേഷം ഇതിൻ്റെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ ആ പോയിൻറ്റ്സ് കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ എഴുതുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, 25 പേജ് നമ്പറിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ പോയിൻറ്റ്സും നിങ്ങൾ എഴുതിയെടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസക്തി. ഫസ്റ്റ് പോയിൻ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് ക്യാപിറ്റൽ. ഒന്നും കൂടെ
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് ക്യാപിറ്റൽ. ചെറുകിയ തോതിലുള്ള മൂലധനം കൊണ്ടാണ് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ പറ്റും. വലിയ ആൾക്കാരെ പോലെയല്ല, ചെറിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങാം. രണ്ടാമത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലേബർ ഇൻറ്റൻസീവ്, സോ ദേ ക്രിയേറ്റ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റി. എന്താ പറയുന്നത്, മിക്ക ചെറുകിട വ്യവസായങ്ങൾ സംരംഭങ്ങൾ തൊഴിലാളികൾ എന്തായിരിക്കും, കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. ഇപ്പോൾ ചെറിയ വ്യവസായങ്ങളിലൊക്കെ ഒരുപാട് തൊഴിലാളികളെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. മെഷീനറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അവിടെ പ്രാതിനിധ്യം ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് ലോക്കൽ ഓർ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആസ് റോ മെറ്റീരിയൽ, ദേ നീഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട്സ്. എന്താണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് ലോക്കൽ ഓർ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആസ് ന്യൂ മെറ്റീരിയൽ, ദേ നീഡ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട്സ്. ചെറുകിട വ്യവസായ സംരംഭങ്ങളിൽ മിക്കവും അസംസ്കൃത വസ്തുക്കൾക്കായി ഉപയോഗിക്കുന്നത് പ്രാദേശികം ലഭിക്കുന്ന വസ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ചെറിയ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഉള്ള ചെറിയ വ്യവസായങ്ങൾ, ഇപ്പോൾ അച്ചാർ കമ്പനി, കയറുണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ചെറുകിട വ്യവസായങ്ങളാണത്. അപ്പോൾ ഈ ചെറുകിട വ്യവസായങ്ങളിലൊക്കെ മിക്കവാറും നമ്മുടെ കിട്ടുന്ന സാധനങ്ങളായിരിക്കും, ചെറിയ മേഖലകളിൽ കാണുന്നതും കിട്ടുന്നതുമായിട്ടുള്ള സാധനങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ വേറെ സാധനങ്ങൾ പുറത്തുനിന്നൊന്നും അവരെന്ത് ചെയ്യില്ല, ഇങ്ങനെ ഇറക്കുമതി ചെയ്യൂല. അവർ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചെറുകിട വ്യവസായങ്ങൾ നിലവിൽ നിൽക്കുന്നത്. നെക്സ്റ്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹെൽപ്പ് ഇൻ വില്ലേജ് ഡെവലപ്പ് ആൻഡ് വെൽഫെയർ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ത് ചെയ്യും, വികസനത്തിനും ഗ്രാമീണ പ്രദേശങ്ങളുടെ വികസനത്തിനും അതേപോലെ തന്നെ ക്ഷേമത്തിനും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. പിന്നീട് നെക്സ്റ്റ് പോയിൻ്റാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഹെൽപ്പ് ഇൻ വില്ലേജ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ. ഓക്കെ, ഒരിട്ട് പറഞ്ഞു. നെക്സ്റ്റ്, ദേ ആർ എക്കോ ഫ്രണ്ട്ലി ആൻഡ് ഡു നോട്ട് ഹാം ദ എൻവിയോൺമെൻറ്റ്. കറക്റ്റാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഗ്രാമീണ ചെറുകിട വ്യവസായത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും എൻവിയോൺമെൻറ്റിനെ നശിപ്പിക്കുന്നില്ല. അത് എൻവിയോൺമെൻറ്റുമായി കൂടുതൽ അടുക്കാനാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതിയെ എന്ത് ചെയ്യുന്നവർ കേടുവരാത്ത രീതിയിൽ സംരക്ഷിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് പോയിന്റ്, they use agricultural products as raw material, thereby helping development of the agricultural sector. They use agricultural products as raw material, thereby helping development of the agricultural sector. എന്താ പറയുന്നത്, ചെറുകിട വ്യവസായങ്ങളിൽ മിക്ക ചെറുകിട സംരംഭങ്ങളും എന്ത് ചെയ്യുന്നത്, കാർഷികോൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് വികസിക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപയോഗപ്പെടും. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള വ്യവസായങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ചെറുകിട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാർവേ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഗുണങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാർക്ക് ജോലി ഉണ്ടാകും, ഗ്രാമപ്രദേശങ്ങൾ മെച്ചപ്പെടുത്തും, അഗ്രികൾച്ചറിനെ കേടുവരുത്താതെ അവർ നോക്കും. പിന്നെ അതുമായിട്ട് ഡു നോട്ട് ഹാം ദ എൻവിയോൺമെൻറ്റ്, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, വെൽഫെയർ ഉണ്ടായിരിക്കും, വില്ലേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. ഓക്കെ, അപ്പോൾ വലിയ ബിസിനസ് മാത്രം ഉണ്ടായാൽ മതിയോ നമ്മുടെ നാട്ടിൽ? അല്ലല്ലോ. അപ്പോൾ ചെറുകിട വ്യവസായികൾക്കും വേണ്ട നിലനിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയുള്ള കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ഡ്രോബാക്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഇതിന് ദോഷങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ നോക്കാം. സബ്സിഡീസ് and tax rebates increase government's financial burden. Once again, subsidies and tax rebates increase government's financial burden. എന്താണ് ഒന്നാമത്തെ ദോഷം? ചെറുകിട വ്യവസായങ്ങൾക്ക് സബ്സിഡികളും നികുതി ഇളവുകളും വൻ സാമ്പത്തിക ബാധ്യതകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവർക്ക് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡിയൊക്കെ ഗവൺമെൻറ് കൊടുത്താൽ പക്ഷേ അത് അവർക്ക് എന്ത് ചെയ്യുന്നു, ബാധ്യതകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓവർ പ്രൊട്ടക്ഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി. ചെറുകിട വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നത് അമിതമായാൽ അത് വൻകിട വ്യവസായങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് പറയുന്നത് ബാധിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെനി ഇൻഡസ്ട്രീസ് സ്റ്റാർട്ടഡ് ഇൻ ബാക്ക്വാർഡ് ഏരിയ സഫേർഡ് ഫ്രം പവർ ഷോർട്ടേജ്. എന്താണ് മെനി ഇൻഡസ്ട്രീസ് സ്റ്റാർട്ടഡ് ഇൻ ബാക്ക്വാർഡ് ഏരിയ സഫേർഡ് ഫ്രം പവർ. മിക്ക ചെറുകിട വ്യവസായ സംരംഭങ്ങളും ആരംഭിക്കുന്നത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലായതിനാൽ അവിടെ എന്ത് ചെയ്യും, വൈദ്യുതിയുടെ ഒക്കെ അഭാവം കുറയും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് പ്രോപ്പർ മാർക്കറ്റ് ഫോർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. എന്താണ് ലാക്ക് ഓഫ് പ്രോപ്പർ മാർക്കറ്റ് ഫോർ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ. ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളൊക്കെ ശരിയായ രീതിയിൽ വിറ്റേക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിപണി എന്ത് ചെയ്യും,
വിറ്റഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ചെറുകിട വ്യാപാരങ്ങൾ വലിയ വ്യാപാരങ്ങളിൽ നിന്ന് എന്താ വെച്ചാൽ ചെറിയ വ്യാപാരങ്ങളിൽ ഉണ്ടാക്കിയതൊക്കെ പെട്ടെന്ന് കേടുവരും അല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ലാതാവുന്നൊക്കെ ഒരവസ്ഥ വരും. അപ്പോൾ അവർക്ക് വിറ്റഴിക്കാൻ വേണ്ടിയുള്ള അഭാവം കുറയും, എന്നുവെച്ചാൽ വിറ്റഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് basic amenities, lack of credit facilities etc. are other drawbacks. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, വായ്പാ സൗകര്യങ്ങളുടെ കുറവ് എന്നിവയൊക്കെ ദോഷങ്ങളാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കണം. ഈ ഓരോ പോയിന്റ് നിങ്ങൾ കാണാതെ പഠിക്കണം. സിഗ്നിഫിക്കൻസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ഡ്രോബാക്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ഈ 3 പോയിന്റുകളും ഈ 2 സെക്ഷനും നിങ്ങൾ പഠിക്കുക. ഓക്കെ, കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇനി പഠിക്കേണ്ടതായിട്ടുള്ളൊരു ഭാഗം അതാണ്. ഓക്കെ, പിന്നീട് വ്യവസായം, ഈ ഒരു വ്യാപാരത്തിൽ പിന്നീട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ട്രേഡ് പോളിസി, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിന് പകരമായിട്ട് ഇറക്കുമതി ബദൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ വെക്കാം. അപ്പോൾ അതിനെ തന്നെ പ്രൊട്ടക്ഷൻ പോളിസി അല്ലെങ്കിൽ സംരക്ഷണ നയം എന്നും കൂടെ പറയുന്നുണ്ട്. വെച്ചാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുന്ന സാധനങ്ങൾക്ക് പകരം നമ്മൾ തന്നെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിച്ച് നമ്മുടെ സാധനങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നു. അപ്പോൾ അതിനെ സംരക്ഷണ നയം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഉണ്ടാക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങളാണ് നിലവിൽ വന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് താരിഫ്, മറ്റൊന്ന് കോട്ട. ഇത് നിങ്ങൾ പഠിക്കണം, താരിഫ് എന്താണെന്നും കോട്ട എന്താണെന്നും. താരിഫ് എന്ന് പറഞ്ഞാൽ കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും ഏർപ്പെടുത്തുന്ന ചുങ്കമാണ് താരിഫ്. എന്താണ്? കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഏർപ്പെടുത്തുന്ന ചുങ്കത്തിനെ പറയുന്ന പേരാണ് ചുങ്കം. നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ റോഡ് മേലൂടെയൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ ചുങ്കം അടക്കുക എന്നൊക്കെ പറയില്ല, ക്യാഷ് അടക്കുക. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാനും സാധനങ്ങൾ ഇറക്കാനും ഇവിടുന്ന് അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇതിനെയാണ് ചുങ്കം. സാധാരണയായിട്ട് അത് വിദേശ ഉൽപ്പന്നങ്ങളുടെ വിദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വിദേശങ്ങൾക്ക് കൊടുക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ചുങ്കം വാങ്ങുന്നത്. ഇനി കോട്ട എന്ന് പറഞ്ഞാൽ അളവിലോ എണ്ണത്തിലോ ഉള്ള നിയന്ത്രണം. കൂടുതൽ അളവ്, ഇപ്പോൾ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ, അപ്പോൾ അളവ് കൂടിയാൽ നമ്മൾ എന്ത് കൊടുക്കണം? ക്യാഷ് അടക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗൾഫ് എയർപോർട്ടിലൊക്കെ. അപ്പോൾ എന്താണ്? കറക്റ്റ് ഒരു അളവുണ്ട്, അതിലപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലോട്ട് സാധനങ്ങൾ ഇറക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടെ നിന്നും അങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ അതിന് കൊടുക്കേണ്ടി വരുന്ന ഇതിനെ പറയുന്ന പേരാണ് കോട്ട. അപ്പോൾ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ചെയ്യുന്നത് താരിഫ്, കോട്ട എന്ന് പറയുന്നത് അളവിലോ എണ്ണത്തിലോ ഉള്ള നിയന്ത്രണം. അത് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കോട്ട കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ. വ്യവസായ നയത്തിൻ്റെ ഭാഗമായി നിലവിൽ വന്നിട്ടുള്ള സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വിദേശ നയ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഇനി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റായിട്ട് പറയുന്ന ഭാഗമാണ് വ്യവസായ നയം എന്തൊക്കെയാണ് എഫക്റ്റ് ഉണ്ട് ചെയ്തതെന്ന്. ഈ ഒരു എഫക്റ്റ് ഓഫ് പോളിസീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഒന്നാമത്തേത് ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യയുടെ GDP വ്യവസായ മേഖലയുടെ സംഭാവന 1951 11.8% ആയിരുന്നത് 1990-91 ആയപ്പോഴേക്കും 24.46%. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഈ പോയിന്റ് നോക്കുക. ഓക്കെ, പേജ് നമ്പർ 26. ഈ ഓരോ പോയിൻറ്റ്സ് നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് തരാം നിങ്ങൾക്ക് പോയിൻറ്റ്സ്, അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ടു GDP ഇൻക്രീസ്ഡ് ഫ്രം 11.8% in 1950 to 51 to 24.6% in 1991. 1991 ആയപ്പോഴേക്കും 24.6%. ജസ്റ്റ് നിങ്ങളിത് നോട്ട് ചെയ്താൽ മതി കേട്ടോ, കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ ഓരോ പോയിന്റ് നോക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ് വ്യവസായ മേഖലയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഇതിലെന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പോൾ പിന്നെ അതിൽ താരിഫും കോട്ടയും. അപ്പോൾ അതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിൻ്റ്, ഡ്യൂറിങ് 1951 to 1991. ഓക്കെ, 1990 വരെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയൽ സെക്ടർ ഗ്രോ 6%, ഓരോ വർഷത്തിൽ 6% കൂടിയത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ബിക്കേം ഹൈലി ഡൈവേഴ്സിഫൈഡ്. At the time of independence, our industrial sector structure was dominated by cotton, textiles, jute and steel. By 1990-91,
The industrial structure had become highly diversified with a large number of industries such as metals, chemicals, capital goods and farm. എന്നുവെച്ചാൽ ഇതിലൊക്കെ എല്ലാ മേഖലയിലും ഇന്ത്യൻ വ്യവസായ മേഖലയിൽ എന്ത് ചെയ്തു, പുരോഗമനം വന്നു. സ്വാതന്ത്ര്യം നേടുന്ന അവസരത്തിൽ നമ്മുടെ വ്യവസായ മേഖല വളരെ ഇതായിരുന്നു. അപ്പോൾ അതിൽ പ്രധാന ഘടകങ്ങളായിരുന്നു ടെക്സ്റ്റൈൽസ്, ചണം, ഉരുക്ക്, ഇതൊക്കെ 1990 ആയപ്പോഴേക്കും വളരെയധികം മെച്ചപ്പെട്ടു എന്നാണ് പറയുന്നത്. മാത്രമല്ല ലോഹ വ്യവസായങ്ങൾ, കെമിക്കൽ, മൂലധന വസ്തു നിർമ്മാണശാലകൾ, ഔഷധ നിർമ്മാണശാലകൾ, പെട്രോളിയം, ഇതൊക്കെ എന്ത് ചെയ്തു, വളർന്നു വന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിൻ്റ് ആയിട്ട് പറയുന്നതാണ് ചെറുകിട വ്യവസായങ്ങളുടെ വികസനത്തിലൂടെ നിരവധി വ്യവസായ സംരംഭങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഒരു ചെറുകിട വ്യവസായം നിലവിൽ വന്നതോടുകൂടി പുതിയ പുതിയ വ്യവസായങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് മെനി എൻ്റർപ്രണേഴ്സ് ആൻഡ് മില്യൺസ് ഓഫ് ജോബ്സ്. ഓക്കെ, നെക്സ്റ്റ് ഗ്രോത്ത് ഓഫ് ഇൻഡിജിനിയസ് ഇൻഡസ്ട്രീസ് ത്രൂ പ്രൊട്ടക്ഷൻ. സർക്കാർ സംരക്ഷണത്തിൻ്റെ ഫലമായി തദ്ദേശീയ വ്യവസായങ്ങൾ വളർന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ദ സിസ്റ്റം ഓഫ് ലൈസൻസിങ് ക്രിയേറ്റഡ് ലൈസൻസ് പെർമിറ്റ് രാജ്. ഇറ്റ് ക്രിയേറ്റഡ് എ ഹ്യൂജ് ബ്യൂറോക്രസി ക്യാരക്ടറൈസ്ഡ് ബൈ റെഡ് ടേപ്പ് ആൻഡ് കറപ്ഷൻ. ഒന്നാമത് ലൈസൻസിങ് സമ്പ്രദായം ഒരു ലൈസൻസിങ് പെർമിറ്റ് രാജ് സൃഷ്ടിച്ചു. അതിഭീമമായൊരു ഉദ്യോഗസ്ഥ പടയ്ക്ക് അത് ജന്മം എന്ന് വെച്ചാൽ അഴിമതി കൂടാ. ഈ ഒരു സംഭവം വന്നാൽ ലൈസൻസ് ഇല്ലാതെ ഒരു സാധനം ഇപ്പം നമ്മൾ എന്ത് സംഭവം ഉൽപ്പാദിപ്പിക്കണമെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നമുക്ക് ലൈസൻസ് വേണം, നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ ലൈസൻസിങ് കൊണ്ടുവന്നതുകൊണ്ട് അഴിമതി കൊണ്ടുവന്നു. കാരണം ക്യാഷ് കൊടുത്തിട്ട് ലൈസൻസ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം നിലവിൽ വന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ടും ദോഷം ചെയ്തു. നെക്സ്റ്റ് പബ്ലിക് സെക്ടർ ഇൻ മെനി കേസസ് ഇൻകേർഡ് ഹ്യൂജ് ലോസസ്. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ലെഡ് ടു ഇൻഎഫിഷ്യൻറ്റ് ഇൻ മാനേജ്മെൻറ്റ്. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്, ഒട്ടേറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭീമമായ നഷ്ടത്തിലായി. പബ്ലിക് മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇതായി. നെക്സ്റ്റ് റിസർവേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ക്രിയേറ്റഡ് പബ്ലിക് സെക്ടർ മൊണോപ്പൊളി. വിവിധ വ്യവസായങ്ങൾക്ക് പൊതുമേഖല സംവരണം ചെയ്തതിനാൽ പൊതുമേഖലയിൽ എന്ത് ചെയ്തു വളർന്നു വെച്ചാൽ പൊതുമേഖല വളരുകയും സ്വകാര്യ മേഖലയ്ക്ക് കോട്ടം തട്ടുകയും ചെയ്യാൻ തുടങ്ങി. റിസർവേഷൻ ഓഫ് പബ്ലിക് സെക്ടർ ക്രിയേറ്റഡ് പബ്ലിക് സെക്ടർ മൊണോപ്പൊളി. നെക്സ്റ്റ് പോയിന്റ് പ്രൊട്ടക്ഷൻ ത്രൂ ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ക്രിയേറ്റഡ് ഇൻ എഫിഷ്യൻറ്റ് യൂണിറ്റ്. പ്രൊട്ടക്ഷൻ വാസ് നോട്ട് വിഡ്രോൺ ആഫ്റ്റർ സം ടൈം. എന്ന് വെച്ചാൽ ഉയർന്ന ഇറക്കുമതി ചുങ്കം വഴി തദ്ദേശീയ വ്യവസായങ്ങൾക്ക് സംരക്ഷണം നൽകിയപ്പോൾ അത് കാര്യക്ഷമതയില്ലാതെ വ്യവസായശാലകൾക്ക് വെച്ചാൽ സംരക്ഷണ നയത്തിന് ഇത് കൊണ്ടുവന്നപ്പോൾ പുതിയ പുതിയ വ്യവസായശാലകൾക്ക് ജന്മം നൽകി. അപ്പോൾ വലിയ വലിയ വ്യവസായശാലകളൊക്കെ വരാൻ തുടങ്ങി എന്നതാണ് അർത്ഥം. ലാസ്റ്റ് പോയിന്റ്, ദ ഇൻഡസ്ട്രിയൽ പോളിസി ഇൻസ്റ്റെഡ് ഓഫ് റെഗുലേറ്റിംഗ് ഇൻഡസ്ട്രി റെസ്ട്രിക്റ്റഡ് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് എൻ്റർപ്രൈസ്. പൊതുമേഖല ഒരു ആവശ്യമില്ലാതെ മേഖലകളിൽ കയറിപ്പറ്റി. അതേപോലെ തന്നെ വ്യവസായ നയം വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം സ്വകാര്യ സംരംഭങ്ങളെയും സംരക്ഷകരുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ പബ്ലിക് സെക്ടർ ഉയർന്നു വന്നു. പബ്ലിക് സെക്ടറിലൂടെ ഒരുപാട് ദോഷങ്ങളും ഇതിനുണ്ട്, അതേപോലെ തന്നെ ഗുണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണാണ്ട് പഠിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ. നിങ്ങൾ ഇതിൽ എന്ത് ചെയ്യണം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷവും ഞാൻ വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇത്രയും സ്പീഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ഡ്രോബാക്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും പഠിക്കുക. ഓരോ പോയിൻറ്റും പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 25 കൃത്യമായിട്ട് ഓരോ പോയിൻ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിൻ്റ് നോക്കി നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ താരീഫും കോട്ടയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് എക്കോണമിക് സിസ്റ്റം, ക്യാപിറ്റലിസം, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സ്ഡ് ഇക്കോണമി, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാനിങ്, ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ്, ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാന്, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. പിന്നെ അതിന് ശേഷമുള്ളതാണ് അഗ്രികൾച്ചർ, ലാൻഡ് റിഫോംസിൻ്റെ പ്രധാന പോളിസീസ്, ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാക്ടേഴ്സ്, ഗ്രീൻ റെവല്യൂഷൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ. പിന്നെ അതിൽ പിന്നീട് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും. ഇതാണ് ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്.
ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ താരീഫ് ആൻഡ് കോട്ട. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഈ ഭാഗങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററും തീർന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തേർഡ് ചാപ്റ്റർ പഠിക്കുക. തേർഡ് ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.